ഹലോ നമസ്കാരം. നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മണാലിയിലെ മാൾ റോഡിലാണ്. സമയം ഏകദേശം 10 മണിയായി. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ടൊന്ന് പമ്മി ഒന്ന് ഇറങ്ങിയതാ. ഞങ്ങളൊന്ന് നേരത്തെ ഒന്ന് വന്ന് പോയതാ. അപ്പോൾ ഇവിടെ തിരക്കിച്ചിരി കുറഞ്ഞിട്ടുണ്ട്. നല്ല തണുപ്പായതുകൊണ്ട് കുറേ പേര് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ വേണം പറയാൻ. നല്ല തണുപ്പാണ്, നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു, നല്ല തണുപ്പാണ്. നമുക്കിനി ഒന്ന് പതുക്കെ ഓരോ കടകൾ കയറി ഷോപ്പിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സോറി ഒരാളിപ്പം ചവിട്ടിയിട്ടാനെ. ഇതിപ്പോൾ നമ്മുടെ ഹിമാചൽ പ്രദേശിൻ്റെ ഒരു ദേശീയ തൊപ്പിയാണ്. ഞാനിത് തപ്പിക്കൊണ്ടിരിക്കുക. ഒരു ഫുൾ ബ്ലാക്ക് കിട്ടി എടുക്കണം. പിന്നെ കുറേ മങ്കി ക്യാപ്പുകളുണ്ട് ഈ ഷോപ്പിൽ. പിന്നെ നമ്മുടെ ക്യാപ്പുകളും ഗ്ലൗസുകളുമാണ്. ഓക്കെ, അടുത്ത ഷോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ MG റോഡിലുള്ള വാച്ച് ഷോപ്പാണ്. ഫുള്ള് വാച്ച്, അങ്ങനെ സൺഗ്ലാസ്, അങ്ങനെ അതാ സ്പ്രേ. മറ്റേ കുബ്ബയല്ലേ അത് കുബ്ബയല്ലേ ബൈജോണെ? അത് കുബ്ബയാ. അങ്ങനെ ഒരു ഷോപ്പായി. എല്ലാവരും കയറി ഇറങ്ങുക എല്ലാ ഷോപ്പിലും. ഇതൊരു ക്ലോത്തിൻ്റെ കടയാണ്. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചാടി ചാടി കയറും. ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സും പിന്നെ മോഡേൺ ഡ്രസ്സും എല്ലാം ഉണ്ട്. പിന്നെ ജാക്കറ്റ്സ് ഇഷ്ടം പോലെയുണ്ട്. ട്രഡീഷണൽ തൊപ്പി ഇരിപ്പുണ്ട്. ഫുൾ ബ്ലാക്കാണ് ഞാൻ അന്വേഷിക്കുന്നത്, ഇവിടെ ഇല്ല. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ കയറിയാൽ മതി. ഇതും അങ്ങനെ തന്നെ. നല്ല ബാഗുണ്ട് കേട്ടോ, നല്ല അടിപൊളി ബാഗാണ്. ഇതെന്താ ഇത്? നല്ല ഇത് കുഴപ്പമില്ലാത്ത ബാഗുണ്ട്. മോളും ഉണ്ടായിരുന്നു, ഇപ്പോൾ ചാടി ചാടി പറക്കിയാനെ. പിന്നെ ഇതൊക്കെ ഒരു ലോക്കൽ ബാഗ് കേട്ടോ, വലിയ മെച്ചമൊന്നുമില്ല. ഡ്രസ്സിൻ്റെ ഏരിയ തന്നെയാണ്. भैया तू किधर है भैया? चलो चलिए. ये वाला വീണ്ടും ഡ്രസ്സ് ഷോപ്പാണ്. ഇതും ഡ്രസ്സാണ്. ഇവിടെ മറ്റേ ഇതാണ് പ്യുവർ വെജിൻ്റെ ഒരു ഷോപ്പാണ്. ഇവിടെ ഇതല്ല, ഇതെന്താ ഇത്? വേറെ എന്തായാലും ഐറ്റംസ് ഒക്കെ ഉണ്ട്, സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. ഷുഗർ വന്ന് വടിയാകേണ്ടവർക്ക് ഇങ്ങോട്ട് വന്നാൽ ഐസ്ക്രീം ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു കൊള്ളാവുന്ന ഒരു സ്റ്റാൻഡേർഡ് ഷോപ്പാണ്. കുറച്ച് കുബ്ബയും കുറേ ഐറ്റംസും എല്ലാം ഉണ്ട്. കൊള്ളാവുന്നൊരു സ്റ്റാൻഡേർഡ്, നല്ല ഇന്ത്യയിലൊക്കെ ചെയ്തൊരു സ്റ്റാൻഡേർഡ് ഷോപ്പാണ്. നമ്മൾ വെളിയിൽ നിന്നേ കാണുന്നുള്ളൂ. അകത്ത് കയറിയ പിന്നെ എടുക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ എടുത്താൽ മതി. ഇത് നമ്മുടെ ഡ്രസ്സ് ഷോപ്പ്. വീണ്ടും ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണ് കൂടുതൽ കേട്ടോ. ഡ്രസ്സ് ഷോപ്പ് വീണ്ടും ഡ്രസ്സിൻ്റെ ഷോപ്പാണ് കൂടുതൽ കേട്ടോ. പിന്നെ ബൈജോണിന് കീ ചെയിൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ബൈജോണിന് ബിയാത്തൂന് കീ ചെയിൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഗോവയിൽ പോയപ്പോൾ ഇത് സെയിം സാധനം എടുത്തായിരുന്നു ബൈജോണെ. ഐ ലവ് യു ഗോവ. ഇത് ഗിഫ്റ്റ് ഓഫ് മണാലി. ഇതൊന്നും ഇരുന്നോ, എപ്പോഴും മണാലി വന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഇരുന്നോളൂ. പിന്നെ കുറേ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ടോയ്സ്, കാര്യംസ്, ഇതൊക്കെ കാണിച്ചാൽ വീട്ടിൽ പോകുമ്പോൾ ഇടിയും കിട്ടും. എല്ലാം ഉണ്ട്, ടോയ്സ്, കാര്യംസ് എല്ലാം ഉണ്ട്. ഇത് ഡൽഹിയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണേ. ഞങ്ങൾ കയറിയ വണ്ടിയിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ലഗേജിൻ്റെ കൂടെ. ഡൽഹിയിൽ നിന്ന് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇവർ നല്ല റേറ്റിൽ കൊടുക്കുക. പിന്നെ ഇവിടുത്തെ കുറേ സാധനങ്ങളുണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം നടന്ന് അവിടുന്നാണ് നടക്കാൻ തുടങ്ങിയത്. കണ്ടോ നമ്മുടെ ആ ഒരു ചെടി നിൽക്കുന്ന സ്ഥലം കണ്ടോ? അതായത് നമ്മുടെ ആ ലൈറ്റ്, ഹൈമാസ് ലൈറ്റിൻ്റെ അവിടെ നിന്നാണ് നടക്കാൻ തുടങ്ങിയത്. ഏകദേശം നടുക്ക് വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഫുഡിൻ്റെ കോർണറും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരക്ക് കുറവാണ്. ഒരു 10 മണി 10:30 തിരക്ക് കുറവാണ്. ജസ്റ്റ് ഒന്ന് കറങ്ങാം. ഇപ്പോൾ ഒരു പഞ്ചാബികളുടെ ഒരു ഷോപ്പാണ്. ഇവിടെ ഇഷ്ടംപോലെ ഈ ഐറ്റംസുകളുണ്ട്. പേരൊന്നും അറിയാൻ മേല. പക്കോട അത് എന്നൊക്കെ പറയുന്ന കേൾക്കാം. സംഭവം കൊള്ളാം. ഇത് കയറാൻ നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. ബൈജോണം അടുത്ത് അവിടെ ഒതുങ്ങിയിരിപ്പുണ്ട്. വീണ്ടും മുമ്പോട്ടൊക്കെ എല്ലാം ഡ്രസ്സിൻ്റെ കടകളാണ്. ഡ്രസ്സും പിന്നെ കുട്ടികളുടെ ഐറ്റംസ്, പിന്നെ ബാഗ്, കാര്യംസൊക്കെ ഉള്ളൂ. എല്ലാം ഇത് തന്നെ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഷോപ്പുകളെല്ലാം ഇങ്ങനെ തന്നെ. ഏകദേശം ഈ ഹൈമാസെത്തുമ്പോൾ ഏകദേശം ഇവിടെ തീരും. ഇവിടെ ഇങ്ങനെ കറങ്ങി വന്നപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. എൻ്റെ സായമോടെ അത്രയെങ്കിലും ഉണ്ട്. ഒരു കുട്ടി ഇരുന്ന് ഗുലാബ് ജാം വിൽക്കുക. എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ പിന്നെ ഗുലാബ് ജാം കഴിക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല. കണ്ടോ, അത് അമ്മ എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും. ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും ജോലി ചെയ്യുന്നു, നല്ല രീതിയിൽ ജീവിക്കുന്നു.
നല്ല നല്ല അടിപൊളിയായിട്ടാണ് ഇവർ എല്ലാവരും ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻഡാണ് കണ്ടോ, ഇത് മാൾ റോഡിൻ്റെ എൻഡ് പോർഷനാണ്. ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് HRTC. അറിയാം, നമ്മുടെ HRTC ആയിരിക്കും അല്ലേ, അത് തന്നെ. ഹിമാചൽ പ്രദേശിൻ്റെ ബസ് സ്റ്റാൻഡ് അതിൻ്റെ അകത്താണ്. ഇത് പിന്നെ ഇങ്ങനെ അങ്ങോട്ട് റോഡ് ഇങ്ങനെ പോവുക, കണക്ട് ചെയ്ത്. ഇത് പിന്നെ ഈ തെരുവിൻ്റെ ഈ മാൾ റോഡിൻ്റെ മറ്റൊരു പോർഷനാണ്. നമ്മളിതിലെയാണ് നടന്നു വന്നതും ഇപ്പോൾ കുട്ടീനെ കണ്ടത്. ഇവിടെ ഒരു ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഷോപ്പുണ്ട്, കയറി നോക്കാം എന്താ ഐറ്റം ഉള്ളത്. ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പിൽ ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞ് ഇവിടെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്, നല്ല റേറ്റാണ്. അതായത് വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഇഷ്ടം പോലെ ഐറ്റംസ്. അതൊക്കെ ചപ്പാത്തി വെക്കുന്ന പാത്രങ്ങളാണ്, സ്റ്റിക്കും കാര്യങ്ങളും ബാഗും എല്ലാം അടിപൊളി സാധനങ്ങളും. അതുപോലെ അടിപൊളി ഷോപ്പാണ്, എല്ലാ ഐറ്റം ഉണ്ട്. ആ റോഡിൽ നിന്ന് തിരിച്ച് നടക്കുക. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് നടക്കുമ്പോൾ ആ മോൾ അവിടെ ഇരുന്ന് വീണ്ടും ഗുലാബ് ജാം വിൽക്കുന്നുണ്ട്. അവിടെ വേറെ ആരും വന്നിട്ടില്ല. കൂടി വന്ന ഒരു 7 വയസ്സ് 8 വയസ്സ് കാണും. ഞാൻ പിന്നെ ജസ്റ്റ് നൈസായിട്ട് വീഡിയോ എടുക്കുന്ന, ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ. ചില ഷോപ്പിൽ വീഡിയോ എടുപ്പിക്കത്തില്ല. നമ്മളിങ്ങനെ ഇവിടെ തളർന്നു കുത്തി ഇരിപ്പുണ്ട്. എന്നൊരു 100-300 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടെ ഇഷ്ടം പോലെ മാൾ റോഡിൽ കരുതേരെ പിടിച്ചു. മാൾ റോഡിൽ ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട്. ഇതേപോലെ കുറേ പേർ റെസ്റ്റ് ഇരിപ്പുണ്ട്. പല പല ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നടപ്പുണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട്, അടിപൊളി. അങ്ങനെ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാണ് എല്ലാവരും അടിപൊളി ഹാപ്പി ആയിട്ട്. മണാലിയിലെ മാൾ റോഡിലെല്ലാവരും നല്ലൊരു ഈവനിങ് ഇങ്ങനെ അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ ഏകദേശം കുറേ ആളുകൾ അങ്ങനെ പതുക്കെ റൂമിലോട്ടെല്ലാം പോയിട്ടുണ്ട്, ഡെസ്റ്റിനേഷൻസിലോട്ട് പോയി. ഏകദേശം ആളൊഴിയുന്ന ഒരവസ്ഥയിലോട്ട് മാൾ സ്ട്രീറ്റ് മാറിയിട്ടുണ്ട്. ഞങ്ങളും പതുക്കെ പോവാം, ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. മാൾ സ്ട്രീറ്റിൽ തന്നെ റൂം എടുത്തത്. റൂമൊന്നും കാണിച്ചില്ല, അയ്യോ മറന്നുപോയി. അവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ ക്യാമ്പ് ഫയർ നടക്കുകയല്ലേ, കുറേ അമ്മച്ചിമാരുടെ ക്യാമ്പ് ഫയർ നടക്കുക. പിന്നെ അതുകൊണ്ട് അത് കാണിക്കാൻ പോയില്ല. കുഴപ്പമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ്. മണാലിയിലെല്ലാം ഏകദേശം വൃത്തിയുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് നീങ്ങുകയാണ്. ഏകദേശം നടന്ന് ഞങ്ങൾ എൻ്റെ എത്താറായി. തണുപ്പ് കൂടിയിട്ടുണ്ട്, നല്ല കാറ്റുണ്ട്. കാറ്റ് വരുമ്പോൾ നല്ല തണുപ്പാണ്. ഇതെല്ലാം ഓക്കെയാണ്. മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.